Hi viewers, welcome to Bosco Campus Vision. Today we are discussing a new subject, that is Fundamentals of Management, and it is for S1 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. So this session we are discussing the techniques of scientific management, or we can say the elements of scientific management. So we already says that Taylor, that is F.W. Taylor, is regarded as the father of scientific management. So he and his associates suggested the techniques of scientific management. So let's discuss, that is the elements or techniques are: first is scientific task setting, second is work study, and the work study may be again classified as method study, motion study, and time study or work measurement, and the fourth is fatigue study, and the third planning the task, fourth is standardization, fifth is scientific selection and training, sixth is differential piece wage plan, and the seventh is specialization. So let's discuss one by one. So the first is scientific task setting. ഇല്ലേ, ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ജോലി എന്ന് നമുക്ക് പറയാം. So scientific task setting. So it is essential to set a standard task of every worker through scientific investigation. And Taylor called it a proper day's work. So while setting the standard, care, that is utmost care, has to be taken to see that a correct standard is set, and it should be neither more nor less than the average capacity of the worker, or Taylor called it fair day's work. ഒരു സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ സെറ്റ് സ്റ്റാൻഡേർഡ് ടാസ്ക് ടു എവറി വർക്കർ ടു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഒരു ടാസ്ക് സെറ്റ് ചെയ്യുക, അതായത് ഒരു എംപ്ലോയിക്ക് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സയൻറ്റിഫിക് ആയിട്ട് വേണം. അതായത് ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വർക്കർക്കും അല്ലെങ്കിൽ അയാളുടെ കപ്പാസിറ്റി അനുസരിച്ച്, അയാളുടെ ക്വാളിഫിക്കേഷനും കേപ്പബിലിറ്റി അനുസരിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ശേഷം മാത്രമേ ഓരോ വർക്കർക്ക് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ടൈലർ അതിനെ പറയുന്ന വാക്കാണ് പ്രോപ്പർ ഡേയ്സ് വർക്ക് അല്ലെങ്കിൽ ഫെയർ ഡേയ്സ് വർക്ക് എന്നൊക്കെ പറയില്ലേ. ഓരോ ദിവസവും ഒരു ആവറേജ് വർക്കറിന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഓരോരുത്തരെയും നമ്മൾ ജോലി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. ആൻഡ് സോ വൈൽ സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്, കെയർ ഹാസ് ടു ബി ടേക്കൺ ടു സീ എ കറക്റ്റ് സ്റ്റാൻഡേർഡ് ഇസ് സെറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 9 to 5 ഒരു വർക്കറിന് ജോലി ചെയ്യണം, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ, ഇപ്പോൾ അയാൾക്ക് 10 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ അയാളുടെ കപ്പാസിറ്റി, അയാളുടെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അത് അങ്ങനൊരു പോസിബിലിറ്റി 10 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അയാൾക്ക് ആ വർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ. So it should be neither more nor less than the average capacity of the worker. ഇപ്പോൾ ഒരു ആവറേജ് വർക്കറിന് ചെയ്യാൻ പറ്റുന്ന ജോലി ആയിരിക്കണം, എന്നാൽ ഒരുപാട് കൂടുതലും ആകരുത്, ഒരുപാട് കുറവും ആകരുത്. അപ്പം എല്ലാം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ എംപ്ലോയിക്കും എന്ത് ചെയ്യാൻ, ജോലി ഫിക്സ് ചെയ്ത് കൊടുക്കാൻ. ക്ലിയർ ദി ഫസ്റ്റ് വൺ, സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ്. സെക്കൻഡ് ഇസ് work study. Work study may be again classified as method study, motion study, time study, and the fatigue study. ഒരു വർക്ക് സ്റ്റഡി ഇല്ലേ, അതായത് ജോലിയെക്കുറിച്ച് പഠിക്കുക. സോ ഇറ്റ് മീൻസ് സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻ ആൻ ഓർഗനൈസേഷൻ ഇല്ലേ. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഇല്ലേ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒബ്ജക്റ്റീവ് വൈസ് നമ്മൾ എഫിഷ്യൻസി നോക്കി വേണം, അല്ലെങ്കിൽ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ജോലി ഏൽപ്പിക്കാൻ. സോ ഇറ്റ് എലിമിനേറ്റ്സ് വേസ്റ്റ്ഫുൾ ആൻഡ് അൺനെസസറി ഓപ്പറേഷൻ, റെഡ്യൂസ് എഫേർട്ട് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പം ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആ ജോലി ചെയ്യേണ്ടത്, നല്ലൊരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ വേസ്റ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അൺനെസസറി ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒഴിവാക്കാം, അതുവഴി എന്താണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി
കൂട്ടാം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് ചില ആസ്പെക്ട്സ്, ഒരു വർക്ക് സ്റ്റഡി എന്ന് പറയുമ്പം അതിന് ചില ആസ്പെക്ട്സുകളുണ്ട് ഇല്ലേ. അപ്പം ഒരു വർക്ക് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ്, ഓർഗനൈസ്ഡ് ആവാം, ഒബ്ജക്റ്റീവ്, സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ അനലിറ്റിക്കൽ, അങ്ങനെ ഒരു ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് ഓഫ് ദി എഫിഷ്യൻസി ഓഫ് വേരിയസ് ഓപ്പറേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലെ ഓരോ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി. ഇപ്പോൾ ഒരു ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം അയാളുടെ വർക്ക് സ്റ്റഡി വേറൊരു രീതിയിലാണ് അല്ലേ. എന്നാൽ വേറൊരു ടെക്നിക്കൽ സൈഡിലേക്ക് ചെല്ലുമ്പോൾ എന്താണ്, മെഷീനിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേബറിനെ സംബന്ധിച്ചോളം അയാളുടെ വർക്ക് വേറൊരു രീതി. അപ്പോൾ ഓരോരുത്തരുടെയും അനാലിസിസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തി ക്ലറിക്കൽ പോസ്റ്റിന് കൊടുക്കുന്ന സമയമല്ല ഒരു ടെക്നിക്കൽ സ്റ്റഡിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെല്ലാം എന്താണ്, സെപ്പറേറ്റ് അസസ്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ വർക്ക് സ്റ്റഡി നടത്താമില്ല. എന്തൊക്കെയാണ്, ഒരു മെത്തേഡ് സ്റ്റഡിയിലൂടെ, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി അല്ലെങ്കിൽ ഒരു വർക്ക് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാറ്റീഗ് സ്റ്റഡിയിലൂടെ നമുക്ക് ഈ വർക്ക് സ്റ്റഡിയെ കണ്ടെത്താം. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഒരു മെത്തേഡ് സ്റ്റഡി. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് എ പ്രിലിമിനറി സർവേ ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോസസ്. Its object is to know the best method of doing a job and to familiarize the investigator with tools, methods and operation in process. ഇല്ലേ. അപ്പോൾ ഒരു മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് മെത്തേഡിൽ ജോലി ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് ജോലി ചെയ്യാം. സോ ഇറ്റ് കണ്ടക്റ്റഡ് ടു നോ ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഒരു വർക്ക് സ്റ്റഡി എടുക്കുമ്പോൾ അതിൽ ആദ്യം പറയുന്ന ഒരു മെത്തേഡ് സ്റ്റഡി, ഏത് മെത്തേഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആ ജോലി അക്കംപ്ലിഷ് ചെയ്യാം. So it helps in reducing the distance traveled by material and bringing improvement in handling, transporting, inspection അല്ലെങ്കിൽ storage of raw materials and goods. ഇല്ലേ. അപ്പം അങ്ങനെ മനസ്സിലാക്കിയാൽ പല കാര്യങ്ങളും നമുക്ക് റെഡ്യൂസ് ചെയ്യാം ഇല്ലേ. ഒരു റോ മെറ്റീരിയൽസിൻ്റെ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ആവാം, ട്രാൻസ്പോർട്ടേഷൻസ് ആവാം, ഇൻസ്പെക്ഷൻ ആവാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോറേജ് ആവാം. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ അസസ് ചെയ്യാൻ പറ്റും. ആൻഡ് സോ ഫെമിലറൈസ് ദ ഇൻവെസ്റ്റിഗേറ്റർ. പിന്നെ എന്ത് ചെയ്യണം, ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആൾക്ക് ടൂൾസ്, മെത്തേഡ്സ് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ആ മെത്തേഡ് മനസ്സിലാക്കിയാൽ മാത്രമേ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ജോലി ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റൂ. ഒരു മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നോ ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഈ സെക്കൻഡ് പറയുന്നത് എന്താണ്, മോഷൻ സ്റ്റഡി. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദി മൂവ്മെൻറ്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഓർ എ മെഷീൻ. അപ്പം ഈ മോഷൻ സ്റ്റഡി നമുക്ക് വേറൊരു പേരിൽ പറയാം, എന്താണ്, മൂവ്മെൻറ്റ് സ്റ്റഡി എന്ന് പറയാം. അപ്പം മെത്തേഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ, മോഷൻ സ്റ്റഡിയിൽ പറയുന്നത് എന്താണ്, ഒരു മെഷീൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മളവിടെ അറിയേണ്ടത്. സോ ഇറ്റ്സ് പർപ്പസ് ഇസ് ടു എലിമിനേറ്റ് യൂസ്ലെസ് മോഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് ദ വർക്ക്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് ഒബ്ജക്റ്റ് ഈസ് ടു എലിമിനേറ്റ് ഇല്ലേ യൂസ്ലെസ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് മോഷൻ. അപ്പോൾ ഒരു മോഷൻ സ്റ്റഡി അല്ലെങ്കിൽ മൂവ്മെൻറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെഷീൻ എത്ര സമയം വർക്ക് ചെയ്താൽ നമുക്ക് പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അൺലെസ് ആയിട്ട് നമുക്ക് ആവശ്യമില്ലാതെ മെഷീൻ എന്താണ് പ്രോസസ്സ് ചെയ്യിക്കണോ, അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ്സിൽ ചെയ്യിച്ചാൽ ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മെഷീൻ്റെ അപ്പോൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാൽ മെഷീൻ്റെ മൂവ്മെൻറ്റിലൂടെ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാം, അതാണ് നമ്മൾ മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് അറിയുന്നതിനെയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് ഇസ് ടൈം സ്റ്റഡി ഇല്ലേ. ഇനി സമയമാണ്. ഈ ടൈം സ്റ്റഡിയുടെ വേറൊരു പേരാണ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയാം. സോ ടൈം സ്റ്റഡി says that it is the art of observing and recording the time required to do a പർട്ടിക്കുലർ ജോബ് ഇല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഓരോ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, സമയം അറിയണം. ഒരു ജോലി ചെയ്യുമ്പോൾ എത്ര സമയം എടുത്ത് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യണം, ഒരു വർക്ക് സ്റ്റഡി നടത്തുമ്പോൾ ചില ജോലിക്ക് സമയം പറഞ്ഞിരിക്കണം, ഇത്ര സമയം കൊണ്ട് നമ്മൾ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം, ആ ടൈം നമുക്ക് ഫിക്സ് ചെയ്യാം. So, time study, the precise time required for each element of a man's work is determined. So, it helps in fixing the standard time required to a particular job. അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തിയും അവരുടെ ചെയ്യുന്ന ജോലിയുടെ ടൈം കറക്റ്റായിട്ട് കാണിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാനും ഒരു പർട്ടിക്കുലർ ജോബ് കൊടുക്കുമ്പോൾ നമുക്ക് ആ മിനിമം ടൈം കീപ്പ് ചെയ്യാം. കാരണം എല്ലാവരുടെയും ടൈം എടുക്കുമ്പം ഏകദേശം ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈം ഫിക്സ് ചെയ്തായിരിക്കും അവർ ജോലി കൊടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ടൈം സ്റ്റഡി അല്ലെങ്കിൽ വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഫാറ്റീഗ് സ്റ്റഡി ഇല്ലേ. ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷീണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഫാറ്റീഗ് അല്ലെങ്കിൽ എന്താണ്, the workers are human beings who are prone to fatigue on account of
ഓവർവർക്ക്, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അറിയാലോ, കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യപ്പെടുന്ന ഏത് മേഖലയിലായാലും നമുക്ക് ഇടയ്ക്ക് എന്താണ് ബ്രേക്കുകൾ ഉണ്ടാവില്ലേ, 1 hour ലഞ്ച് ബ്രേക്കോ അല്ലെങ്കിൽ ടീ ബ്രേക്കൊക്കെ കാണും. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ക്ഷീണമൊക്കെ ഓവർകം ചെയ്യാൻ. And so there are kinds of fatigue, that is physical or mental, has an adverse effect in the workers health and efficiency. അപ്പോൾ ഒരു ഫാറ്റിക് എന്ന് പറയുമ്പോൾ എന്താ, അത് ഫിസിക്കൽ ആകാം, മെൻ്റൽ ആകാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 9 to 5 ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടല്ലേ, ക്ഷീണം അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സുകളുണ്ടാകും. അപ്പോൾ ഇത് എന്തിനെ ബാധിക്കും? നമ്മുടെ ജോലിയെ ബാധിക്കും. അപ്പം ഫാറ്റിക് സ്റ്റഡി ഹെൽപ്സ് റെഡ്യൂസിങ് ഫാറ്റിക് എമംഗ് വർക്കേഴ്സ്. അപ്പം ഈ ഒരു ഫാറ്റിക് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആൾക്കാരിൽ എത്രത്തോളം ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ എത്ര മണിക്കൂർ കഴിയുമ്പോൾ അവർക്കൊരു ബ്രേക്ക് കൊടുക്കണം, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രഷപ്പിന് ശേഷം അവർ ജോലി ചെയ്യുമ്പോൾ എഫിഷ്യൻസി കൂടുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ശരിക്കും ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. സോ വർക്ക് സ്റ്റഡി മേ ബി ഡിവൈഡഡ് ഇൻറ്റു 4 types, that is method study, motion study or movement study, time study or work measurement, and fourth is fatigue study. So clear with the term work study. So next we can discuss planning the task. So first we discuss scientific task setting, second is work study, and the third is planning the task. ഇല്ലേ, അവിടെ പറയുന്നത് എന്താണ്? ഒരു ടാസ്ക് നമ്മൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്ത് റേറ്റ് സെറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു പോയിൻ്റ് ആഡ് ചെയ്യാം ഇല്ലേ. അപ്പോൾ ഒരു ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ്, സെക്കൻഡ് വർക്ക് സ്റ്റഡി, മൂന്നാമത് റേറ്റ് സെറ്റിംഗ് എന്ന് പറയാം. So the positive measure should be adopted to fix wage rate in such a manner that the average worker is induced to attain the standard. So for this purpose, Taylor recommended the differential piece rate system. ഇപ്പോൾ ഒരു റേറ്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വർക്കേഴ്സിന് ശമ്പളം കൊടുക്കുന്ന കേസ്. ഇപ്പോൾ നമ്മൾ ഇത്രയധികം സ്റ്റഡിയൊക്കെ നടത്തി അവർക്ക് വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഒരു ഫിക്സഡ് വേജസ്, അല്ലെങ്കിൽ ഒരു വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് കൊടുക്കുന്ന വേതനം അല്ലെങ്കിൽ ശമ്പളം എന്നൊക്കെ പറയും. ഇതിനെ നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഒരു ആവറേജ് വർക്കർ ആണെങ്കിൽ പോലും അവന് എന്ത് ചെയ്യണം, ചെയ്യുന്നതിനുള്ള കൂലി ഫിക്സ് ചെയ്ത് കൊടുക്കുക. സോ ഫോർ ദിസ് പർപ്പസ് ടൈലർ റെക്കമെൻഡഡ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഈ പീസ് എന്ന് പറയുന്നത് എന്താണ്, അവർ ചെയ്യുന്നതിനുള്ള കൂലി. പീസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിനുള്ള എണ്ണം. അപ്പം 9 to 5 ഒരു വ്യക്തി ജോലിക്കുണ്ടെങ്കിൽ അവൻ ഈവനിങ് ആകുമ്പോൾ അവൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ലേ 20 ആണോ 30 ആണോ എത്ര എണ്ണമാണോ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവന് കൂലി കൊടുക്കാം. അപ്പം ടൈലർ ഈ സയൻറ്റിഫിക് ആയിട്ട് പറയുന്നതിൻ്റെ കാരണം എന്താണ്, ഓരോരുത്തരുടെ എഫേർട്ട് കറക്റ്റായിട്ട് അളക്കാൻ പറ്റും പീസ് റേറ്റ് ആകുമ്പം. അപ്പോഴാണ് റേറ്റ് സെറ്റിംഗ് പറയുമ്പോൾ എന്താണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു വേജസ് കൊടുക്കണം, അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ വിത്ത് ദി തേർഡ് പോയിൻറ്റ്. സോ ടുഡേ വി ഡിസ്കസ് ദ ടെക്നിക്സ് ഓർ എലമെൻറ്റ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് വി ഡിസ്കസ് ദ ഫസ്റ്റ് 3 that is first we discuss scientific task setting, second we discuss the work study and it may be again divided into method study, motion study, time study, fatigue study, and third we discuss the rate setting. So then the balance point we can discuss in the next session. So I hope you are clear with the portion. Prepare well, study well. Thank you.